ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇഷ വേൾഡിലേക്ക് സ്വാഗതം. ഞങ്ങൾ JS ഫാമിൽ പോയതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു തിങ്കളാഴ്ചയാണ് നീണ്ടൂരുള്ള JS ഫാമിൽ പോയത്. ഇതിനു മുമ്പും ഞാൻ JS ഫാമിൽ പോയിട്ടുണ്ട്. അന്ന് ഇതിൻ്റെ നെയിം JS ഫാം എന്നായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ദേ ഇവിടെ വന്നിട്ടുണ്ട്. ചിലപ്പോൾ പുള്ളി സമാധാനമൊക്കെ തേടി വന്നതായിരിക്കും കേട്ടോ. എന്തായാലും ഞാൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എന്തായാലും ആ സാധനം കിട്ടിക്കാണില്ല. ആ വിശേഷമൊക്കെ പോട്ടെ. അന്ന് ഞങ്ങൾ വന്നതിനേക്കാളും ഒരുപാട് നേച്ചറൊക്കെ ആയിട്ട് കുറച്ചും കൂടി ബ്യൂട്ടിഫുള്ളായിട്ട് ഇന്നവർ ചെയ്തിട്ടിട്ടുണ്ട് ഈ JS ഫാമിൽ. അത്യാവശ്യം നമ്മൾ കയറി വരുന്ന എൻട്രി ഒക്കെ നല്ല മനോഹരമാക്കിയിട്ടുണ്ട്. ഇവിടെ എൻട്രി പാസിന് 50 രൂപയാണ്. അതുപോലെ തന്നെ ഞങ്ങൾ ദിവസം വന്നതുകൊണ്ട് തിരക്കും കുറവായിരുന്നു. ആരും തന്നെ ഒത്തിരി പേരൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾക്ക് വേണ്ട ചെറിയൊരു പാർക്കും കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ JS ഫാം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഒരു വലിയ കൃഷി ഫാമിലിയായ ചെമ്മാച്ചേൽ എന്ന് വീട്ടുപേരുള്ള 10 കുട്ടികളടങ്ങുന്ന ഒരു വലിയ ഫാമിലിയുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഈ JS ഫാം. ഞാൻ എൻ്റെ ഹസ്ബൻഡും ഫസ്റ്റ് ഏഷ്യാനെറ്റിൻ്റെയും ഒരു ഡോക്യുമെൻ്ററി ഒക്കെ കണ്ടിട്ടാണ് ഇവിടെ ആദ്യമായിട്ട് വന്നത്. ആ സമയത്ത് ഇവരുടെ പല കൃഷിയും ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് മത്സ്യകൃഷിയിലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ കൃഷി കുറവായിട്ടാണ് ഫീൽ ചെയ്തത്. പകരം വേറെ മറ്റുള്ള കൃഷികളൊക്കെയാണ് കൂടുതലായിട്ട് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു. അതുതന്നെയല്ല, മത്സ്യകൃഷിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. അതുതന്നെയല്ല, നമ്മൾ കൃഷി എന്ന് പറയാൻ എളുപ്പമാണ്, പക്ഷേ കൃഷി മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ കർഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുക. കൃഷിക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന കാശ് നമുക്ക് കൃഷിയുടെ ഫലം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ കൃഷിക്കാർ വളരെ കുറവാണ്. ഇവർ തന്നെ ഇവരുടെ പാരമ്പര്യം കൃഷി ആയതുകൊണ്ട് തന്നെ കൃഷി കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഡ്രീമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അവരുടെ ഈ വീടിൻ്റെ മുമ്പിൽ അവരുടെ ഫാമിലിയെ സൂചിപ്പിക്കുന്ന രീതിയിൽ അവർ ഒരു കർഷക കുടുംബമാണ്, അധ്യാപകരാണ് അച്ഛനും അമ്മയും. അവരുടെ മക്കളും 10 മക്കളടങ്ങുന്ന ഒരു കുടുംബത്തെ സൂചിപ്പിക്കാനായിട്ട് വച്ചിരിക്കുന്ന സ്റ്റാച്ചുവും പരിപാടിയും അതൊക്കെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കാണാം. അവരുടെ പാരമ്പര്യമാണ് അവർ വീടിൻ്റെ ഫ്രണ്ടിൽ ചെയ്തു വച്ചിരിക്കുന്നത്. നമ്മുടെ കേരളത്തിൻ്റെയൊക്കെ കാലാവസ്ഥകൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പാവപ്പെട്ട കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുക. ഈ വർഷം കൃഷി ചെയ്യുന്ന കർഷകൻ അടുത്ത വർഷം കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ലാഭം കിട്ടുന്നില്ല. ലാഭം കിട്ടിയാലല്ലേ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാൽ നമ്മളൊരു കടയിൽ പോയി ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ സാധനത്തിനും മുടിഞ്ഞ വിലയാണ്. പക്ഷേ കർഷകന് ഈ രൂപ എത്തുന്നില്ല. നമ്മൾ പൈസ കൊടുത്താൽ നല്ല പൈസ കൊടുത്താൽ സാധനങ്ങൾ മേടിക്കുന്നത്, പക്ഷേ കർഷകരിലേക്ക് ഈ പൈസ എത്തുന്നില്ല. ഗവൺമെൻറ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കേരള ഗവൺമെൻറ് ആണെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്റൊക്കെ ആണെങ്കിലും. പക്ഷേ ആ സപ്പോർട്ടും ഇവരെ നിലനിർത്താൻ ആ സപ്പോർട്ട് പോരാ എന്നുള്ള അവസ്ഥയെ. അതുകൊണ്ട് തന്നെ ഇനി കൃഷിയൊക്കെ ഇതുപോലെ എവിടെയെങ്കിലും ഫാമിലൊക്കെ ഒന്ന് പോയി കാണാമെന്നല്ലാണ്ട് ഇനിയിപ്പോൾ ചെയ്യാനൊക്കെ ആൾക്കാരൊക്കെ കുറവായിരിക്കും. പിന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുള്ള ആൾക്കാർ വീട്ടിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ബക്കറ്റിലും ടെറസിൻ്റെ മുകളിലൊക്കെ കൃഷി ചെയ്യുന്നത് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുമുണ്ട് റിട്ടയർമെൻറ്റിന് ശേഷവും. പിന്നെ അവരുടെ കുട്ടികൾ അച്ഛൻ്റെയൊക്കെ സപ്പോർട്ടൊക്കെ ചെയ്ത്. പക്ഷെ എന്നാലും ഇതൊക്കെ നമുക്ക് എപ്പോഴും പറ്റില്ല, അതല്ലേ കുഴപ്പം. നമുക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ, ഇല്ല എന്നല്ല പറഞ്ഞത്, ഇഷ്ടംപോലെ ആളുകളുണ്ട്.
പിന്നെ നമുക്ക് അവിടെ കുറച്ച് പ്രാവുകളും അതുപോലെ തന്നെ മുയൽ കുഞ്ഞും അതൊക്കെ ഉണ്ട്. അവരെയൊക്കെ ഒന്ന് കണ്ട് നമുക്ക് ഇവിടെയൊക്കെ നോൺ അഡ്മിഷനാണ്. ഇവിടേക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥലമാണ്. അവരുടെ പണ്ടത്തെ ഒരു കൃഷി ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളമാണ് ഇത്. പിന്നെ ജാതിക്കയും ചക്കയും എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഡയറക്റ്റ് നമുക്ക് തേങ്ങ, വെളിച്ചെണ്ണ, ഫിഷ്, പിന്നെ അത്യാവശ്യം ഇവിടെ നിന്നുള്ള കൃഷി ചെയ്ത് സാധനങ്ങളെല്ലാം നമുക്ക് മേടിക്കാം. ഞാനും ഹസ്ബൻഡും കൂടി ഇവിടെ വരുന്ന സമയത്ത് ഈ ഇവിടെ ഒരുപാട് മുയൽ കൃഷി ഉണ്ടായിരുന്നു. ഇപ്പം മുയൽ കുറവാണ്, 2 മുയൽ ഞാനവിടെ കണ്ടോളൂ. അതുപോലെ തന്നെ ഈ കാണുന്ന കുളങ്ങളും ഇതെല്ലാം ഫിഷിനെ വളർത്താനായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പം അത് താമരക്കുളമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ അധികം ഫിഷിനെ വളർത്തുന്ന ഇത് കുറവാണെന്ന് തോന്നുന്നു. ഇവിടെ ചിറ നന്നായി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് നല്ല വെള്ളം എടുക്കാനൊക്കെ ആയിട്ടായിരിക്കും. മറ്റേത് ഇപ്പം താമര കൃഷിയാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് തെങ്ങ് ചെത്തുന്നുണ്ടായിരുന്നു. അപ്പം തെങ്ങ് ചെത്തുന്നതൊക്കെ അങ്ങനെ കള്ളെടുക്കാം അങ്ങനെയൊന്നും ഇശാനൊന്നും കണ്ടിട്ട് പോലുമില്ല. അത് ഞങ്ങൾ പറഞ്ഞിട്ട് പോലും ഇശാനൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇശാനൊക്കെ പുതിയൊരു അറിവായിരുന്നു, തെങ്ങ് ചെത്തി കള്ളെടുക്കുന്നതൊക്കെ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന പാർക്ക്, അത് വളരെ മനോഹരമായിട്ട് അവർ നല്ല തണലുള്ള സ്ഥലം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ ആ പ്ലേ ഗ്രൗണ്ട് മുഴുവനും മണലാണ്. അപ്പോൾ ചെറിയതായിട്ട് മണ്ണിൽ കളിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഇത് ഇപ്പം എല്ലാ സ്ഥലങ്ങളിലും ഫ്ലോറൊക്കെ ഭയങ്കര ഒന്നെങ്കിൽ പുല്ലായിരിക്കും, അല്ലെങ്കിൽ ഫ്ലോറ് സിമെൻറ്റ് കട്ട വെച്ച് പതിക്കല്ലേ. പക്ഷേ ഇത് തനി നല്ല മണലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിള്ളേർ പെട്ടെന്ന് വീണാലും ഒന്നും പറ്റത്തില്ല. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. ചെറിയ കാറ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് നല്ല രസമാണ് ഇവിടെ വന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം സ്പെൻഡൊക്കെ ചെയ്യാൻ പാകത്തിന്. നമ്മൾ ഇങ്ങനെ ധൃതി പിടിച്ച് വന്നിട്ട് പോകാണ്ട് കുറച്ച് നേരം പ്രകൃതിയായിട്ടൊക്കെ ഇങ്ങനെ ഇണങ്ങിയിരിക്കാൻ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് വൈകുന്നേര സമയങ്ങളിൽ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം, ഇവിടെ ഇരിക്കണം കുറച്ച് നേരം സമാധാനമായിട്ട്. എന്നാലാണ് നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ ചെന്നിട്ട് കാര്യമുള്ളൂ. ഇവിടെ ചെറിയൊരു പ്ലാൻ നേഴ്സറി ഉണ്ട്. അത്യാവശ്യം ചെടികളും സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മേടിക്കാവുന്നതാണ്. പ്ലാന്റ്സൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ടുള്ള പ്ലാന്റ്സ്, നല്ല പ്ലാന്റ്സൊക്കെയാണ് ഇവിടെ ഉള്ളത്. നേരത്തെ ഞാനിവിടെ വന്ന സമയത്ത് ഫ്രൂട്ട്സും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓറഞ്ചിൻ്റെ തൈകളൊക്കെ ഞാനിവിടെ നിൽക്കണ കണ്ടിട്ടുണ്ടായിരുന്നു അന്ന്. നമ്മുടെ ചെറുനാരങ്ങയുടെയൊക്കെ തൈയൊക്കെ ഇവിടെ ഇപ്പോൾ കൂടുതലും പ്ലാന്റ്സ് തന്നെയാണ്. അന്ന് പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു തൈകൾ. പിന്നെ ഇപ്പോൾ പക്ഷേ അതുപോലത്തെ പ്ലാന്റ്സ് സെയിലിംഗ് ഒക്കെ കുറവാണെന്ന് തോന്നുന്നു. കൂടുതലും ഇതുതന്നെയല്ല, ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നല്ല പാടുള്ള പരിപാടിയാണെന്നേ. ഒത്തിരി സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതുപോലെ വരുമാനം ഉണ്ടെങ്കിൽ നമുക്കതുപോലെ ഫോളോ ചെയ്യാൻ പറ്റും. നമ്മുടെ തന്നെ വീട്ടിലേക്ക് മുറ്റം തന്നെ ഡെയിലി അടിച്ചു വാരി പുല്ലൊക്കെ പറിച്ചിട്ടാല എന്നും ക്ലീനായി കിടക്കുള്ളൂ. അപ്പോൾ പിന്നെ ഇത്രയും ഏക്കർ കണക്കിനുള്ള സ്ഥലം ക്ലീൻ ചെയ്ത് തരണമെങ്കിൽ എന്തു കഷ്ടപ്പെട്ടാലാ അല്ലേ. JS ഫാമിൻ്റെ ഉടമസ്ഥനായ ജോയ് സാറിനെയൊക്കെ നമ്മൾ എത്ര റെസ്പെക്റ്റ് ചെയ്താലും മതിയാവില്ല. ഇതുപോലെ നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ഈ ഒരു ഫാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന്. ഇപ്പോൾ ഈ ഒരു കുളം മാത്രമാണ് ഇവിടെ ഫിഷിന് വേണ്ടിയായിട്ടുള്ളത്. കണ്ടോളൂ,
നേരത്തെ ഞാൻ വന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഫിഷിന് വേണ്ടി തന്നെയായിട്ട് ഒരുപാട് കുളങ്ങളും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടുത്തെ ഫിഷൊക്കെ ഒരു സ്ഥലത്തേക്ക് മാത്രമായിട്ട് ഷിഫ്റ്റ് ചെയ്തു അവർ. എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത് ഈ കുളത്തിൻ്റെ ഇവിടെ ആയതുകൊണ്ട് ഭയങ്കര സ്മെല്ലാണ്. ഈ ഫിഷ് വളർത്തുന്ന സ്ഥലങ്ങളിലെല്ലാം സ്മെല്ലുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ക്യാൻറ്റീൻ വരുന്നത്. പക്ഷേ ക്യാൻറ്റീനിലേക്ക് കയറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ സ്മെല്ലില്ല. പക്ഷേ ഇതിൻ്റെ പുറത്ത് അത്യാവശ്യം നല്ല ബാഡ് സ്മെല്ലുണ്ട്. ഈ വളർത്തു മത്സ്യത്തിൻ്റെ നല്ല രീതിയിലുള്ള ബാഡ് സ്മെല്ലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചില്ല. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇവിടെ വരുന്ന എല്ലാവരും തന്നെ ഇവിടെ നിന്ന് തന്നെ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്ന് മാത്രം. ഇവിടുന്ന് ഈ കുളത്തിൽ നിന്ന് തന്നെ ഏത് ഫിഷ് വേണമെന്ന് നമുക്ക് തന്നെ ചൂസ് ചെയ്യാം. ആ ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്ത് തരും അവർ. അതുപോലെ തന്നെ ഇവിടുത്തെ പച്ചക്കറിയും കൊണ്ടും ഫ്രൂട്ട്സും കൊണ്ടും ഒക്കെയുള്ള സ്ക്വാഷ്, അച്ചാറ്, ജ്യൂസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ചെറുകടികൾ ഒക്കെ ഈ ക്യാൻറ്റീനിൽ കിട്ടും. ഈ ക്യാൻറ്റീൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ആട്ടുകല്ല്, അമ്മിക്കല്ല്, ഇടിക്കല്ല്, പിന്നെ വെള്ളം സേവ് ചെയ്ത് വെക്കുന്ന കല്ല്, എണ്ണത്തോണി, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാം. ഇതിൻ്റെ ഉള്ളിൽ പണ്ടുള്ളൊരു ഉപ്പ് കലക്കി വയ്ക്കുന്ന പാത്രമൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ ഒരു രസമുള്ള കാഴ്ചകളായിരുന്നു. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ പെഡൽ ബോട്ട് സവാരി ഇവിടെ അവൈലബിൾ ആണ്. 2 പേർക്ക് 50 രൂപ, 2-ൽ കൂടുതലുള്ള ആളുകൾക്ക് 100 രൂപയാണ് പാസ്. പെഡൽ ബോട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തുഴഞ്ഞ് നമ്മൾ തന്നെ തിരിച്ച് റിട്ടേൺ വരണം. അപ്പോൾ അതുകൊണ്ട് തുഴയാനൊക്കെ ശക്തിയുള്ള ഒരു ഫ്രണ്ടിലിരുന്ന കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇവിടെ വരുവാണെങ്കിൽ എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് 50 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്താൽ നഷ്ടമൊന്നുമില്ല. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഡേയുടെ ഹാഫൊക്കെ സുഖമായിട്ട് നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റും. ആരും ധൃതി പിടിച്ച് വന്നിട്ട് പോകാൻ നോക്കരുത്. വീണ്ടും നല്ല വീഡിയോയ്ക്കായിട്ട് കാണാം. എല്ലാവരും സുഖമായിട്ടിരിക്കുക.